ഹായ് ഹലോ പാട്ടും പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്നിവിടെ ഈ ഒരു മുളക് വെച്ച് ഇതിനെ ഇവിടെ സാമ്പാർ മുളകെന്നാണ് പറയുന്നത്, ബിരിയാണി മുളകെന്നും പറയും. അപ്പോൾ ഈ പച്ചമുളക് കൊണ്ട് ഞാനൊരു വിഴുക്ക് വരട്ടാൻ പോവുകയാണ്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് സവാള അരിഞ്ഞതുണ്ട്, സവാള അരിഞ്ഞത്, പച്ചമുളക്. അപ്പോൾ ഇത് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ചില സ്ഥലങ്ങളിൽ ഉപ്പേരി എന്ന് പറയും, ചില സ്ഥലത്ത് വിഴുക്ക് വരട്ടി എന്ന് പറയും. അപ്പോൾ നമുക്കത് വിഴുക്ക് വരട്ടാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കുഞ്ഞ് മൺചട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് ഞാൻ ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് വിഴുക്ക്. മുളക് വിഴുക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് സവാള ഉപ്പേരിക്ക്, അതായത് വിഴുക്കിന് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുത്തു. മുളക് വിഴുക്കാണ്, പല സ്ഥലത്തും പല പേരാണ്. വിഴുക്കെന്നും പറയും, ഉപ്പേരി എന്നും പറയും. അപ്പം ഞങ്ങളിവിടെ പറയുന്നത് വിഴുക്കെന്നാണ്. വേറെ കടക്കിലോട്ടൊക്കെ പറയുന്നത് ഉപ്പേരി എന്നാണ്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് ഉപ്പേരിയാണ്, മുളക് വഴറ്റിയതെന്ന് പറയാം, മുളക് വിഴുക്കെന്ന് പറയാം. ചെറിയ തീയിലാണ് ഇടുന്നത്, അതായത് മൺചട്ടി ആയതുകൊണ്ട് മൂട്ടിൽ പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അപ്പോഴപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിലേക്ക് ഒരു ചെറിയൊരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കുക. ചെറിയ തീയിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മുളക് ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. വാ. ഹലോ കൂട്ടുകാരെ, ഞാൻ അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ശകലം. ഇനി അതിലേക്ക് ഇത്ര തേങ്ങ തൊത്തിട്ട് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, എൻ്റെ മുളക് വിഴുക്ക്, അതായത് മുളക് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് പച്ചമുളക് വേറെ ചേർത്തിട്ടില്ല. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ആവി നന്നായിട്ട് ചൂട് പറക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാവരും പോയോ? ചോറിനൊക്കെ കഴിയും. സൂപ്പർ. ഓക്കെ, ബൈ ബൈ.